Hello students, 4th sem MCOMile അഡ്വാൻസ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. അതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അതിൽ ബി പാർട്ടിൽ സെക്കൻഡ് ക്വസ്റ്റ്യനും പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. ഏത് പ്രോബ്ലമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. എ ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. Equity share capital of rupees 100 each, rupees 1 lakh, 10% preference share capital of rupees 100 each, rupees 2 lakh, 10% debentures of rupees 100 each, rupees 2 lakh. If EBIT is rupees 1 lakh, rupees 80,000, rupees 1,20,000. ഈ മൂന്ന് ഓപ്ഷൻ EBITക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് financial leverage under 3 situations. Assume 50% tax rate. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ചാപ്റ്റർ എന്നാണ് മനസ്സിലായി. എന്താണ് ലിവറേജ് എന്നുള്ള ചാപ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ലിവറേജിൽ 3 ടൈപ്സ് ഓഫ് ലിവറേജ് ആണ് ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആ 3 ടൈപ്സിൽ ഒരെണ്ണമാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ്. ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ്, വേറൊരെണ്ണുണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. 3 ലിവറേജുകളാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ 3 ലിവറേജുകളും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം EBITക്ക് 3 സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ EBIT 3 സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ ലിവറേജ് കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിനെ ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതി FL. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBT. അതാണ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് വേണ്ട ഡാറ്റയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ EBIT ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കണ്ടതാ 3 സിറ്റുവേഷനിൽ EBIT. ഇനി അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കണം? EBT കണ്ടുപിടിക്കണം. എന്നിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് അങ്ങോട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. EBITന്ന് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് EBT. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നെ അങ്ങോട്ട് ചെയ്തു പോവാം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഫോർമാറ്റിലൂടെ വരയ്ക്കണോ. 3 ഓപ്ഷൻ, ഒരു പർട്ടിക്കുലർ കോളവും 3 എമൗണ്ട് കോളങ്ങളായിട്ട് വരയ്ക്കണം. ഫസ്റ്റ് EBIT 1 lakh എന്നുള്ള ഫസ്റ്റ് ഓപ്ഷന്, ഇത് സെക്കൻഡ് ഓപ്ഷന്, ഇത് തേർഡ് ഓപ്ഷന്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോണത്? ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ 3ഉം ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത് കഴിയും. അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് എഴുതണം കേട്ടോ നിങ്ങൾ. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നവിടെ ഹെഡിങ് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? EBIT എഴുതണം. EBIT എത്രയാണെന്ന് നോക്കി. EBIT ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ 80,000 ആണെന്ന് തന്നിട്ടുണ്ട്. തേർഡ് ഓപ്ഷനിൽ 1,20,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഓപ്ഷനിലെയും EBIT ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്ന് നമുക്ക് എന്താ കുറയ്ക്കേണ്ടത്? ലെസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കുറച്ചാലാണ് നമുക്ക് EBT കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കണം. ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ബട്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഏതെങ്കിലും സോഴ്സ് നിന്ന് ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഡിവിഡൻഡ് കൊടുക്കേണ്ട സോഴ്സാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഡിബഞ്ചർ എത്ര ശതമാനം? 10% ഡിബഞ്ചറാണ്. അപ്പോൾ ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ മുമ്പിലുള്ള 10% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കാം അത് ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് അതിന് മുമ്പ് നമ്മൾ എഴുതുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞേക്കണേ? ഡിബഞ്ചർ 2 lakh ആണ് നമ്മൾ കടം വാങ്ങിച്ചിരിക്കുന്നത്, ഡിബഞ്ചറായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും ആ 2 lakhൻ്റെ മുകളിൽ 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 lakh ഇൻറ്റു 10% അഥവാ 20,000 അല്ലേ. അപ്പോൾ എല്ലാ
ഏത് ഓപ്ഷനിൽ നമുക്ക് EBIT കിട്ടുകയാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 20,000 ആണ്. അത് ഇൻകം കൂടിയാലും കുറഞ്ഞാലും ഇൻട്രസ്റ്റ് നമ്മൾ കൃത്യം കൊടുത്തിരിക്കണം. ഓക്കെ, കടം വാങ്ങിച്ചതിന് കൃത്യം ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് EBT, ഏണിംഗ് ബിഫോർ ടാക്സ്. ഓക്കെ, EBT നമുക്ക് കണ്ടുപിടിക്കുകയാണ്. 1 lakh എന്ന് 20,000 കുറച്ചാൽ ഇവിടെ 80,000 ആണ് EBT. ഇവിടെയോ 80,000 എന്ന് 20,000 കുറച്ചാൽ 60,000 ആണ് EBT. ഇവിടെ 1,20,000 എന്ന് 20,000 കുറച്ചാൽ 1 lakh ആണ് EBT. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഇക്വേഷൻ ഞാൻ ഇവിടെ തന്നെ ഒന്നും കൂടി എഴുതി. എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്താലോ? EBIT, അപ്പോൾ നമുക്കറിയാലോ ഫസ്റ്റ് ഓപ്ഷനിൽ EBIT എത്രയാ? 1 lakh ഡിവൈഡഡ് ബൈ 80,000. സെക്കൻഡ് കേസിൽ 80,000 ഡിവൈഡഡ് ബൈ 60,000. തേർഡ് കേസിൽ 1,20,000 ഡിവൈഡഡ് ബൈ 1 lakh. ഇനി നമുക്കതിൻ്റെ ഫിഗറുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തേൽ എത്രയാണ് വരിക നമുക്ക് നോക്കിയാലോ. ആദ്യത്തേൽ 1 lakh ഡിവൈഡഡ് ബൈ 80,000. ഓക്കെ, 1.25. ഫിനാൻഷ്യൽ ലിവറേജ് ഫസ്റ്റ് ഓപ്ഷനിൽ 1.25. സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് നോക്കിയാലോ 80,000 ഡിവൈഡഡ് ബൈ 60,000. ഓക്കെ, 1.33. ഇനി തേർഡ് ഓപ്ഷനിൽ നമുക്ക് നോക്കിയാലോ 1,20,000 ഡിവൈഡഡ് ബൈ 1 lakh. ഓക്കെ, നമുക്കറിയാം എത്രയാ? 1.2. അപ്പോൾ 3 ഓപ്ഷനിലെയും ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയേ വേണ്ടൂ, ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ.